अस्सलामु अलैकुम रहमतुल्लाहि व बरकातुहू। أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم आज अल्लाह ताला के फजल से നിങ്ങൾക്ക് അള്ളാഹു തൗഫീക്ക് നൽകിയിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ നാഷണൽ വാക്ഫനോ ഇസ്തിമ UK-യിൽ പങ്കെടുക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകിയിരിക്കുകയാണ്. ഞാൻ ദുആ ചെയ്യുന്നു, നിങ്ങളിൽ ഏതെല്ലാം വിധത്തിലുള്ള ഗുണങ്ങൾ, പാഠങ്ങൾ നിങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്ഥിരമായ ഭാഗമാക്കി മാറുമാറാകട്ടെ. നിങ്ങളുടെ സ്ഥിരമായിരിക്കുന്ന പുരോഗതി, ഒരു സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ഒരു സമൂഹത്തിൻ്റെ ജമാഅത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അത്യാവശ്യമായിട്ടുള്ളത് അവരുടെ യുവാക്കൾ വിദ്യാസമ്പന്നരായിരിക്കണം. അവരുടെ സ്വഭാവ ധാർമ്മിക ഗുണങ്ങൾ ഏറ്റവും ഉന്നതമായിരിക്കുകയും ചെയ്യണം. ഒരു വിധത്തിലുള്ള സംശയവുമില്ലാത്തൊരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനിയെ അംഗീകരിക്കുന്നവർ, അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നവർ, അങ്ങനെയുള്ള ഖാദിമീങ്ങൾ, അങ്ങനെയുള്ള യുവാക്കൾ പൂർണ്ണമായും ഇസ്ലാമിക അധ്യാപനമനുസരിച്ച് പ്രവർത്തിക്കേണ്ടതിന് അപ്പോഴാണ് അവർ യഥാർത്ഥ മുസ്ലിങ്ങളായവർ മാറുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വ്യക്തമായി തുടർച്ചയായി ഈ കാര്യത്തെ സംബന്ധിച്ച് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, നമ്മുടെ ജമാഅത്തിലുള്ളവർ ഇസ്ലാമിക അധ്യാപനമനുസരിച്ച് പൂർണ്ണമായും പ്രവർത്തിക്കേണ്ടതാണ്. ഒരിക്കൽ പറയുകയുണ്ടായ, അള്ളാഹു ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജമാഅത്ത് മറ്റുള്ളവർക്ക് മാതൃകയായിത്തീരണം എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി. അതായത് അള്ളാഹു ആഗ്രഹിക്കുന്നത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിക്കുന്നവർ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളുടെ യഥാർത്ഥ മാതൃകകളായി മാറുകയും ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അവർ അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടതാണ്. ഇതനുസരിച്ചുകൊണ്ട് ഇസ്ലാമിക അധ്യാപനം അനുസരിച്ചുകൊണ്ട് പൂർണ്ണമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ അതിൻ്റെ അറിവ് വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ അധ്യാപനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ബക്ഫനോ പദ്ധതിയുടെ ഓരോ അംഗവും തന്നെ, പദ്ധതിയിൽ ഉൾപ്പെട്ട ഓരോ അംഗവും വിശുദ്ധ ഖുർആനും അതേപോലെ തന്നെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അധ്യാപനം വ്യക്തമായും മനസ്സിലാക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ അവസാനത്തെ ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആൻ സ്ഥിരമായി നിങ്ങൾ നിത്യവും പാരായണം ചെയ്യേണ്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്തെല്ലാമാണ് എന്ന് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അത് നമ്മളിൽ എത്തിയിട്ടുണ്ട്. അത് ഹദീസുകളുടെ രൂപത്തിൽ നമ്മളടുത്തെത്തിയിട്ടുണ്ട്. റസൂൽ തിരുമേനിയുടെ അധ്യാപനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാരാണ് നമ്മൾ. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാലഘട്ടത്തിൽ ആവിർഭവിക്കുകയും ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങളെ പരിപൂർണമായും വിശദമായ രീതിയിലും നമ്മളിൽ എത്തിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ അതിൻ്റേതായിരിക്കുന്ന ഗ്രന്ഥങ്ങൾ നമ്മൾ കയ്യിലുണ്ട്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ പാരായണം, അതേപോലെ തന്നെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥങ്ങളുടെ പാരായണം അത് നിങ്ങളിൽ നിർബന്ധമാണ്, അത് നിർബന്ധമാക്കേണ്ടതാണ്. വഖഫനൗ എന്നുള്ള അടിസ്ഥാനത്തിൽ നിങ്ങൾ സ്ഥിരമായി നിങ്ങളുടെ മതപരമായിരിക്കുന്ന അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾ കാരണം പ്രതിജ്ഞ ചെയ്തവരാണ് നിങ്ങൾ. അതായത് എപ്പോഴും തന്നെ ഞങ്ങൾ ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുന്നതാണ്, നമ്മുടെ ദീനിന് വേണ്ടി, നമ്മുടെ വിശ്വാസ വർധനവിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് എന്നുള്ള പ്രതിജ്ഞ നിങ്ങൾ ചെയ്തവരാണ്. ഈ പ്രതിജ്ഞ നിറവേറ്റുന്നതിന് വേണ്ടി നിങ്ങളുടെ മതപരമായിരിക്കുന്ന അറിവ് നിങ്ങൾ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ അധ്യാപനം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. അതിലേക്കുള്ള
അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അനുസരണം എന്നുള്ളത്. ആ കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അനുസരണം എന്ന് പറഞ്ഞാൽ ജമാഅത്തിൽ ഐക്യത്തിന് വേണ്ടി ഏറ്റവും അനിവാര്യമായ ഒന്നാണ് അനുസരണം എന്നുള്ളത്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എത്രമാത്രമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, ഒരു സമൂഹം, ഒരു ജമാഅത്ത് അത് പൂർണ്ണമായും പുരോഗതി പ്രാപിക്കണമെങ്കിൽ അവരിലുള്ള ഓരോ അംഗവും തന്നെ പരിപൂർണമായിരിക്കുന്ന ആത്മാർത്ഥതയും അതേപോലെ തന്നെ കൂറും പുലർത്തിക്കൊണ്ട് അവരവരുടെ ഹൃദയത്തിൽ അവരുടെ ഇമാമിനോടുള്ള പൂർണ്ണമായിരിക്കുന്ന ആത്മാർത്ഥതയും കൂറും പുലർത്തേണ്ടതാണ്. പലരും തന്നെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ജനങ്ങൾ, യുവാക്കളുടെ ഇടയിൽ പല ചോദ്യങ്ങളും അവർ ചോദിക്കുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്, എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ടത്, ഈ കൽപ്പന എന്തുകൊണ്ടാണ് എന്നെല്ലാം തന്നെ ചോദിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ, പല സംശയങ്ങളിലും ഉൾപ്പെട്ടുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് അതിൻ്റേതായിരിക്കുന്ന മറുപടി അന്വേഷിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചുള്ള അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അത് ആ വിശുദ്ധ ഖുർആനിലെ ആ ജ്ഞാനം അതിൽ അടങ്ങിയിട്ടുണ്ടാകും. അതേപോലെ തന്നെ ജമാഅത്തിൻ്റെ ലിറ്ററേച്ചറുകളിൽ, പുസ്തകങ്ങളിലും അതിൻ്റെ മറുപടി ഉണ്ടാകും. ഏതെങ്കിലും മിഷനറിയോടോ നിങ്ങളുടെ മുബല്ലിങ്ങിനോടോ നിങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ നൽകുന്നതാണ്. ഒരിക്കലും തന്നെ നിങ്ങൾ ഏതൊരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ചെയ്യുന്നത്, അതിന് എന്തുകൊണ്ട് എന്നുള്ളതിന് മറുപടി നിങ്ങൾ കിട്ടിയിരിക്കണം. വഖഫേനോ കുട്ടി എന്നുള്ള നിലയിൽ എപ്പോഴും തന്നെ നിരാശ നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഇസ്ലാമിക സേവനത്തിന് വേണ്ടി അർപ്പിച്ചവരാണ്. ജമാഅത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ്. അനുസരണത്തിൻ്റെ വഖഫേനോ കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഈ താഴത്തിൻ്റെ അനുസരണത്തിൻ്റെ നിലവാരം ഏറ്റവും ഉന്നതമാണ്, മറ്റുള്ളവരിൽ നിന്നൊക്കെ ഉന്നതമാണ്. നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ഹൃദയാത്മന അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. നിങ്ങൾ എന്തു തന്നെയാണോ നിങ്ങൾ പഠിക്കുന്നത് അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ഇസ്ലാമിക അധ്യാപനങ്ങൾ ഏതൊരു ജമാഅത്ത് അനുസരണത്തിൽ പൂർണ്ണമായും കൂറ് പുലർത്തുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അനുസരണമില്ലെങ്കിൽ, അവർ പിന്നീട് അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എത്രമാത്രം പറഞ്ഞു എന്നാൽ, അനുസരണത്തിൻ്റെ കുറവ് ഒരു ജമാഅത്തിൻ്റെ എല്ലാ പ്രവാചകന്മാരുടെ ജമാഅത്തുകളുടെയും ഓരോ പ്രവാചകന്മാരുടെ ജമാഅത്തുകൾ അധപ്പതനത്തിലേക്ക് പോകാനുള്ള കാരണം അവർക്ക് അനുസരണമില്ലാത്തത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്ത് മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന ഐക്യം, അനുസരണവും അത് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ പിന്നീട് അതിൻ്റെ അനുസരണവും ആത്മാർത്ഥതയും ഇല്ലാതായിത്തീരുന്നതിൻ്റെ ഫലമായി അവർക്ക് അധപ്പതനം നേരിടേണ്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ പിന്നീട് അന്ധകാരത്തിൻ്റെ ആത്മീയതമായ അന്ധകാരത്തിലേക്ക് കുപ്പുകുത്തി ഒരു ദീർഘകാലം അങ്ങനെ മുസ്ലിം ലോകം കഴിഞ്ഞുകൂടി. അങ്ങനെ അവർ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്ന് അകന്നുപോയി. ഇതിൻ്റെ ഫലമായി അങ്ങനെ അവർക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ നിന്നും അവർ ദൂരപ്പെടുകയും ചെയ്തു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ദീനിനെ ജീവിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നിയോഗിച്ചയച്ചിരിക്കുന്നത്. അങ്ങനെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനം അത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി, ലോകത്ത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നിരിക്കുന്നത്. ആ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്ത് നാട്ടിയിരിക്കുന്നത്. അപ്പോൾ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ ഒരു മിഷനെ അത് നടപ്പിൽ വരുത്താൻ വേണ്ടി, ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ജീവിതം വഖഫ് ചെയ്തിരിക്കുന്നത് പറഞ്ഞവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ദീനിൻ്റെയും ജമാഅത്തിൻ്റെയും അനുസരണം നിങ്ങൾ പൂർണ്ണമായും പാലിക്കേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മറ്റൊരു കാര്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഒരു യഥാർത്ഥ മുസ്ലിമിന് തൻ്റെ നന്മയിൽ, നമ്മുടെ തഖ്വയിലും പുരോഗതി കൈവരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾ ഈ ഒരു അധ്യാപനം പ്രവർത്തിക്കേണ്ടതാണ്. നന്മ എന്ന് പറഞ്ഞാൽ
അതേപോലെ തന്നെ മറ്റുള്ളവരോടുള്ള സഹാനുഭൂതി, നന്മയും മറ്റുള്ളവരുടെ സഹാനുഭൂതിയും നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കേണ്ടതാണ്. അതേപോലെ തന്നെ നന്മ പ്രവർത്തിച്ചുകൊണ്ട്, മറ്റുള്ളവരോട് സ്നേഹം പുലർത്തിക്കൊണ്ട്, മറ്റുള്ളവരോട് ആത്മാർത്ഥ പുലർത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. അത് അള്ളാഹുവിൻ്റെ സമീപ കരസ്ഥമാക്കാനുള്ള കാരണമായി തീരുന്നതാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ചൊരിയപ്പെടുന്നതാണ്. വഖഫ് നൗ എന്നുള്ള കുട്ടി എന്നുള്ള നിലയിൽ നിങ്ങൾ നന്മയിൽ മുന്നേറുക, അതിനുവേണ്ടി പുരോഗതി കൈവരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. എപ്പോഴും നിങ്ങളുടെ നെയ്യത്തുകൾ ശുദ്ധമായിരിക്കേണ്ടതാണ്. നിങ്ങളുടെ പ്രവർത്തനത്തിൽ എപ്പോഴും തന്നെ തഖ്വ കാണേണ്ടതാണ്. ഇസ്ലാമിക കൺമുമ്പിൽ ഏറ്റവും നല്ല പ്രവൃത്തി ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏറ്റവും വിശുദ്ധ ഖുർആൻ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല. അതിൽ അള്ളാഹു വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി എല്ലാ നല്ല കാര്യങ്ങളും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, മോശമായ കാര്യങ്ങൾ എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹു. അതേപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ വിശദമായി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധാപൂർവ്വം നിങ്ങൾ പഠിക്കുക. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അധ്യാപനം അനുസരിച്ചുകൊണ്ട് 700-ലധികം കൽപ്പനകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായ കൽപ്പന, ഏറ്റവും എല്ലാ നന്മകളുടെയും ഉറവിടം എന്നുള്ളത്, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് അള്ളാഹുവിനോടുള്ള കടമ നിറവേറ്റുക എന്നുള്ളതാണ്. അത് അള്ളാഹുവിൻ്റെ ഇബാദത്തിലൂടെയാണ് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുക. അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് അത് നമസ്കാരം എന്നുള്ള രീതിയിലാണ് നമ്മളത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ എല്ലാ നമസ്കാരവും വളരെ ഭക്തി നിർഭരമായി നമ്മൾ അനുഷ്ഠിക്കേണ്ടതാണ്. വളരെ വിനീതരായിക്കൊണ്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ടതാണ്. നമസ്കാരത്തിൻ്റെ അദബുകൾ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനുഷ്ഠിക്കേണ്ടതാണ്. ഇതനുസരിച്ചുകൊണ്ട് നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവരായി നമ്മൾ മാറുന്നതാണ്. അതിൻ്റെ ഫലമായിക്കൊണ്ട് അള്ളാഹുവുമായിട്ടുള്ള ഒരു സുദൃഢമായിരിക്കുന്ന ബന്ധം, മുറിയാത്ത ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അള്ളാഹുമായിട്ടുള്ള ബന്ധം, ആത്മീയമായ ബന്ധം കരസ്ഥമാക്കുകയും അതിൻ്റെ ഫലമായിക്കൊണ്ട് നമ്മുടെ മറ്റ് പ്രവർത്തനങ്ങൾ അത് നന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഓരോ പ്രവൃത്തിയും തഖ്വയിൽ അധിഷ്ഠിതമായതായിരിക്കും. അതെല്ലാം തന്നെ തഖ്വയിൽ നിലനിൽക്കുന്നതായിരിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള സഹാനുഭൂതി പ്രകടിപ്പിക്കാൻ നമ്മളോട് പറയുന്നുണ്ട്. മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കുക, മറ്റുള്ളവരോട് കാരുണ്യത്തോടുകൂടി വർത്തിക്കുക എന്നും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളോട് പറയുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി അത് നമ്മളങ്ങനെ പ്രവർത്തിക്കേണ്ടതാണ്. ചില കുട്ടികൾ ഇവിടെ ഉണ്ടായിരിക്കും, ഇവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അവരുടേതായിരിക്കുന്ന പക്വതയിലേക്ക് എത്തിയിരിക്കുകയാണ്, അവരവരുടെ പക്വത പ്രാപിച്ചിരിക്കുകയാണ്. നിങ്ങളിൽ പലരും ഖുദ്ദാമായ ആളുകളുണ്ട്, ഖുദ്ദാം അഹമ്മദിയയിൽ ചേർന്നവരായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. എല്ലാം മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾക്ക്. കാരണം നിങ്ങൾ സമയം പാഴാക്കരുത്. മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മ വെക്കേണ്ടതാണ്. ഈ ഒരു സമയം ഇതാ വന്നിരിക്കുന്നു. നിങ്ങൾ ഒരുങ്ങി അരയും തലയും മുറുക്കി ഈ ഒരു ആത്മീയമായ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ട സമയം വന്നിരിക്കുകയാണ്. നിങ്ങൾ വ്യക്തിപരമായിക്കൊണ്ട് നിങ്ങൾ ആത്മീയതയിലേക്ക് ഉയരേണ്ടതാണ്. അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന, അള്ളാഹുമായി നിങ്ങൾ ബന്ധിച്ചിരിക്കുന്ന ആ ഒരു ഉടമ്പടി അത് എപ്പോഴും തന്നെ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അതിന് മറ്റെല്ലാത്തിനേക്കാളും നിങ്ങൾ മുന്തിക്കേണ്ടതാണ്. ദീനിനെ എപ്പോഴും ദുനിയാവിനേക്കാൾ മുന്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അതിനുവേണ്ടി ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള ഒരു പ്രത്യേകമായിരിക്കുന്നൊരു ഇഖ്ലാസ്, ഒരു സ്നേഹം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, ഒരു അഹമ്മദി മുസ്ലിമിൻ്റെ ഒരു ശ്രമം അവരെപ്പോഴും തന്നെ ശ്രമിക്കേണ്ടത് തഖ്വയിൽ നിലനിൽക്കാൻ വേണ്ടിയാണ് എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നമ്മളിൽ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു പ്രതീക്ഷയാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാ അഹമ്മദീയങ്ങളും ഇങ്ങനെ ആയിത്തീരേണ്ടതാണ്. എന്നാൽ വഖഫീങ്ങളായ നിങ്ങളോടുള്ള പ്രതീക്ഷ എത്രമാത്രമായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വം വളരെയധികം 10 മടങ്ങ് വർദ്ധിക്കുന്നതാണ്. ഇതൊരു സാധാരണ അഹമ്മദിയെ സംബന്ധിച്ചാണ് എല്ലാവരും തഖ്വയിൽ ഊന്നിക്കൊണ്ട് ജീവിക്കണമെന്നുള്ളതാണ്. നിങ്ങൾ പ്രായം കുറവാണ് എന്നൊന്നും നിങ്ങൾ കരുതരുത്.
കാരണം എല്ലാ കാര്യത്തെക്കുറിച്ചും ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിവില്ല എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നിമിഷവും ഓരോ ചിന്തയും ഓരോ പ്രവൃത്തിയും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് സ്നേഹം പങ്കുവയ്ക്കുന്ന രീതിയിലുമായിരിക്കേണ്ടതാണ്. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ ആ പരിശ്രമം അള്ളാഹുവിൻ്റെ സമീപത്തിലേക്ക് നിങ്ങൾ സമീപത്തേക്ക് എത്തിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ യഥാർത്ഥ അനുഗ്രഹങ്ങൾ, എല്ലാ അനുഗ്രഹങ്ങളും ഫضലുകളും നിങ്ങൾ അവകാശികളായി തീരുന്നതാണ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ. ഓർക്കുക, ഈ എല്ലാ കഴിവുകളും നിങ്ങളുടെ എല്ലാ യോഗ്യതകളും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സേവനത്തിന് വേണ്ടി നിങ്ങൾ വിനിയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതായിരിക്കും നിങ്ങളുടെ തഖ്വയുടെ അടയാളം. ഇതായിരിക്കും തഖ്വ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. തഖ്വയുടെ പ്രകാശത്തിലൂടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ നോക്കുന്നത് നല്ല കാര്യങ്ങളാണ് നിങ്ങൾ നോക്കുക. അത് ധാർമ്മികതയുടെ അധപ്പതനത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാൻ കഴിയില്ല നിങ്ങൾ തഖ്വയിലൂടെ നോക്കുകയാണെങ്കിൽ. മറ്റുള്ളവരും നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള കണ്ണുകളിൽ നിന്നും കൈകാലുകളിൽ നിന്നും നിങ്ങളുടെ നിങ്ങളുടേതായിരിക്കുന്ന മറ്റെല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും മറ്റുള്ളവർ സുരക്ഷിതമായി തീരുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ എല്ലാ തിന്മകളിൽ നിന്നും അകന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നവരായി നിങ്ങൾ മാറുന്നതാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ എപ്പോഴും തന്നെ നിങ്ങളുടെ ചിന്തകൾ എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ അധാർമികതയിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുന്നതാണ്. ഹുസൂർ പറയുന്നു, ജീവിതത്തിൻ്റെ ഓരോ മണ്ഡലങ്ങളിലും ഓരോ തലത്തിലും നിങ്ങളുടെ ധാർമ്മികമായി വളരുകയും അധാർമികതയിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ലജ്ജാപരമായ പ്രവർത്തനങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കേണ്ടതാണ്. പ്രത്യേകിച്ച് വളരെ അധാർമികപരമായ സ്വഭാവത്തെ ഇല്ലാതായിത്തീരുന്ന നമ്മുടെ മാനസികമായിരിക്കുന്ന കഴിവുകളെ ഇല്ലാതാക്കി തീർക്കുന്ന പല പ്രവർത്തികളും പല മോശമായിരിക്കുന്ന ഇൻ്റർനെറ്റിലൊക്കെ വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കേണ്ടതാണ്. ഓൺലൈൻ ഗെയിമിംഗ്, സ്ട്രീമിംഗ്, ടെലിവിഷൻ, ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതെല്ലാം തന്നെ നമ്മളെ ധാർമ്മികമായി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഏറ്റവും ലജ്ജാകരമായിരിക്കുന്ന പ്രവർത്തനയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. കുട്ടികളെയും യുവാക്കളെയും അവരുടെ ജീവിതത്തെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഓൺലൈൻ ഗെയിമുകളും മറ്റും തന്നെ കളിപ്പിക്കുന്നത്. അതുകൊണ്ട് അഹമ്മദി കുട്ടികളും പ്രത്യേകിച്ച് വഖഫേന കുട്ടികളും ഒരു പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള അധാർമികതയിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായും വിട്ടു നിൽക്കുകയും സധൈര്യം അങ്ങനെയുള്ള കാര്യങ്ങളെ എതിർത്തുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള ചങ്കൂറ്റ നിങ്ങൾ ഓരോരുത്തരും തന്നെ കാണിക്കുകയും ചെയ്യേണ്ടതാണ്. നിങ്ങൾ വിജ്ഞാനപ്രദമായിരിക്കുന്ന അതേപോലെ തന്നെ നിങ്ങളുടെ വിജ്ഞാനത്തെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾ കാണുക. നിങ്ങളുടെ ലജ്ജാകരമായ പ്രവർത്തികളിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കുക. നിങ്ങളുടെ സ്വഭാവത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള നിങ്ങളുടേതായിരിക്കുന്ന സ്വഭാവത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ അത് ഇല്ലാതാക്കി തീർക്കുന്നതാണ്. അതിൻ്റെ ഫലമായിക്കൊണ്ട് നിങ്ങൾ ഏതൊരു വഖഫേനോ നിങ്ങൾ എടുത്തിരിക്കുന്നത് അതിൽ നിന്നും അകറ്റപ്പെടുന്നതുമാണ്. അതുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ആത്മപരിശോധന നടത്തുക. നിങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾ വിലയിരുത്തുക. ഇന്ന് ഇവിടെ നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നു. നിങ്ങൾ ഒരു ദൃഢപ്രതിജ്ഞ ചെയ്യുക, ഇന്ന് എൻ്റെ ജീവിതം മുഴുവനും അള്ളാഹുവിൻ്റെ പ്രീതി അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നതാണ്, കൽപ്പന അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ്, തഖ്വയോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടി ഞാൻ പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അപ്പോഴാണ് നിങ്ങൾ ജമാഅത്തിന് വേണ്ടി ഫലപ്രദമായിരിക്കുന്ന വ്യക്തികളായി മാറുക. അങ്ങനെ നിങ്ങൾ ജമാഅത്തിന് ഗുണപ്രദമായ വ്യക്തിത്വങ്ങളായി മാറുന്നതാണ്.
ചിലർ ചോദിക്കുന്നു, ഞാൻ ജമാഅത്തിന് വേണ്ടി എങ്ങനെയാണ് ഏറ്റവും നല്ല പ്രയോജനപ്പെടുന്ന വ്യക്തിയെ തീരുക എന്ന് ചോദിക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, അതുപോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി സേവനം ചെയ്യുക, എല്ലാവിധത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ വിട്ടു നിൽക്കുക, അപ്പോൾ നിങ്ങൾ നല്ലവരായിത്തീരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അധാർമികതപരമായിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക പൂർണ്ണമായും. അങ്ങനെ നിങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും ശ്രദ്ധ ചെലുത്തുക. ആ ഏറ്റവും ഉന്നതമായിരിക്കുന്ന വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഏറ്റവും ഉന്നതമായിരിക്കുന്ന നിലവാരം കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഒരു വഖഫേനയുടെ ഒരു വ്യതിരിക്തത എന്ന് പറഞ്ഞാൽ അവർ തങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ തന്നെ പഠനത്തിൽ ഏതൊരു വകുപ്പിലാണ് അവൻ പഠിപ്പിക്കുന്നത് അതിൽ ഏറ്റവും ഉന്നതമായിരിക്കുന്ന ടോപ്പ് ലെവലിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അത് ചെറിയ കുറച്ച് വിജയിച്ചാൽ മതി, പാസ്സായാൽ മതി എന്നുള്ള ആ ഒരു ചിന്ത വെക്കാതെ ഉന്നതമായിരിക്കുന്ന നിലവാരത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരേണ്ടതാണ്. എല്ലാ വഖഫേന കുട്ടികളും ജമാഅത്തിന് വേണ്ടി ഒരു പക്ഷേ പൂർണ്ണമായും അവർ സേവനം കഴിഞ്ഞു എന്ന് വരില്ല, ജമാഅത്തിന് വേണ്ടി എപ്പോഴും 24 മണിക്കൂറും. പക്ഷേ അവർ പഠിക്കുന്ന ഏതൊരു ഫീൽഡാണെങ്കിലും അതിൽ ഉന്നതമായ സ്ഥാനം നിങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ നിങ്ങൾക്ക് സേവനം ചെയ്യാൻ സാധിക്കുന്നതാണ്. ജമാഅത്തിൻ്റെ പുറത്താണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏതൊരു രീതിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, ഏതൊരു മണ്ഡലമാണ് അല്ലെങ്കിൽ ഏതൊരു ഫീൽഡാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, അത് അള്ളാഹുവിന് പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടിയായിരിക്കണം, മനുഷ്യ സേവനത്തിന് വേണ്ടിയായിരിക്കണം ഞാൻ ആ ഫീൽഡ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ അധ്വാനങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തനത്തിലുള്ള പൂർണ്ണമായിരിക്കുന്ന ആത്മാർത്ഥത, അത് തബ്ലീഗിന് വേണ്ടി കവാടങ്ങൾ തുറക്കുന്നതായിരിക്കും ഇതിലൂടെ. അങ്ങനെ ഇസ്ലാമിക സുന്ദരമായിരിക്കുന്ന അധ്യാപനങ്ങൾ അത് ലോകത്ത് നിങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കുന്നതാണ്, ലോകത്ത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ തൗഫീഖ് നൽകുമാറാകട്ടെ. എപ്പോഴും തന്നെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും അതേപോലെ തന്നെ ഇസ്ലാമിനെ സംരക്ഷിക്കുന്നവരായി നിങ്ങൾ മാറട്ടെ. അല്ലാഹു വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളെ, അതിൻ്റെ ആത്മാവിനെ നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ കഴിയുമാറാകട്ടെ. നിങ്ങളുടെ ജീവിതം അതിന് മാതൃകയായി തീരുമാറാകട്ടെ. എല്ലാ നല്ല കാര്യങ്ങളിലും നിങ്ങൾ ചെയ്യാൻ സാധിക്കുമാറാകട്ടെ. അല്ലാഹു ജമാഅത്തിന് വേണ്ടി ഏറ്റവും അഭിമാനിക്കുന്നവർ, നിങ്ങളിൽ ജമാഅത്ത് അഭിമാനിക്കുന്നവരായി തീരട്ടെ. നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടി ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളായി നിങ്ങൾ മാറട്ടെ. നിങ്ങളുടെ നാടിന് വേണ്ടി ഏറ്റവും ഉന്നതമായിരിക്കുന്ന നല്ല വ്യക്തിത്വങ്ങളായി നിങ്ങൾ മാറുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഈ ഭൗതികതയുടെ അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെ അള്ളാഹുവിൽ നിന്നും അകന്നുപോയിരിക്കുന്ന ജനങ്ങളെ, അവരെ അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആൻ്റെ ആ തണലിൽ നിങ്ങൾ വരിക, റസൂൽ തിരുമേനിയുടെ തണലിൽ നിങ്ങൾ വരിക, ആ അധ്യാപനത്തിലേക്ക് നിങ്ങൾ വരിക. അള്ളാഹു നിങ്ങൾക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ. ഉദർ പറയുന്നു, ഞാൻ ദുആ ചെയ്യുന്നു, നിങ്ങൾ ദുആയിൽ പങ്കെടുക്കുക. آمين. السلام علیکم ورحمۃ اللہ وبرکاتہ. السلام علیکم ورحمۃ اللہ.